Lights off. Projector on. വിരഹം വരെയും സ്നേഹമതിന്റെ ആഴങ്ങൾ അറിയുന്നില്ല എന്ന ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ ഈ നിമിഷം കൂടുതൽ അർത്ഥപൂർണമാകുന്നു. ആ വാക്കുകൾക്ക് കൂടുതൽ ആഴവും വ്യാപ്തിയും സംഭവിക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലം നിങ്ങളായിരുന്ന ജയറാണി സ്കൂൾ ഈ നിമിഷം മുതൽ ഓർമ്മയുടെ ചെപ്പിൽ ഒരു മുത്ത് മാത്രമായി അവശേഷിക്കുകയാണ്. ഇന്ന് ഈ സായാഹ്നത്തിൽ ഈ സ്കൂൾ മുറ്റത്ത് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിരവധി ഓർമ്മകളുണ്ട്. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളും ഓർമ്മകളും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ശേഖരിക്കുകയാണ് ഇവിടെ. ഹൃദയപൂർവ്വം, ക്ലാസ് ടീച്ചർ. അതെ, ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ നിങ്ങൾ അകലുകയാണ്. ഈ സ്നേഹക്കൂട് വിട്ട്, ആത്മസൗഹൃദങ്ങളുടെ പഞ്ചരം വിട്ട് ദൂരേക്ക് മായുകയാണ്. ഈ അടുത്തിടെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ MD വാസുദേവൻ നായരുടെ പ്രശസ്തമായ 2 വരികൾ ഓർമ്മിപ്പിക്കട്ടെ. മനസ്സ് ചപലനായ മരഞ്ചാടി പോലെയാണ്. അത് വർത്തമാനകാലത്തിന്റെ ചില്ലകളിൽ നിന്ന് ഭൂതകാലത്തിന്റെ ചില്ലകളിലേക്ക് ചേക്കേറുന്നു. ഓർമ്മകളുടെ അധ്യായം ആരംഭിക്കുന്നത് 10ാം ക്ലാസ്സിൽ നിന്നല്ല. ഇറ്റ് ബിഗിൻസ് ഫ്രം ക്ലാസ് 8. നമ്മൾ ഒരുമിച്ചെടുത്ത ഷോർട്ട് ഫിലിം, നമ്മൾ പോയ കൊടൈക്കനാൽ ട്രിപ്പ്, അങ്ങനെ നിരവധി ഓർമ്മകളുടെ പാഠങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുണ്ട് ഈ വീഡിയോയിൽ. ഇനി അതിന്റെ വിശേഷങ്ങളിലേക്ക്. തേൻ കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട്, തേൻ കിളിയേ നീ മെല്ലെ മഴവിൽ നിറവും ചൂട്, നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട്. എ സഡൻ ഷിഫ്റ്റ് ടു കൊടൈക്കനാൽ. അല്പം ചിരിയും ഒത്തിരി ഓർമ്മകളും. കൊടൈക്കനാലിൻ്റെ തണുപ്പും സ്മൃതികളുടെ സുഗന്ധവും പെയ്യുന്ന ആ നാളുകളുടെ കാഴ്ചകളിലേക്ക്. ജീവിതഗാഥകളെ പോരുക ഈ വഴിയെ, തേടുക ഭാസുരമാ നാളെ ഇതായിവിടെ, തുടരാമിനി വഴി മനസ്സിലുദയഗീതം. ജീവിതഗാഥകളെ പോരുക ഈ വഴിയെ, തേടുക ഭാസുരമാ നാളെ ഇതായിവിടെ.
നീലമേലാപ്പിൽ നേരം പുതുതീരം മധുമയ സുഖലഹരി കർണികാരങ്ങൾ ഇനി എന്റെ മോഹങ്ങൾ കാലം ചിരകാലം നിറയുമറിയ താളം നടവഴികളിലേതോ മിഴി നനവുതിരുന്നു ജ്വലിച്ചാണു നീ ജീവിതഗാഥകളെ ഒരു കൈ വഴിയേ തേടുക ഭാസുരമാ നാളെ ഇതായിവിടെ നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെന്റെ ലോകം അതിലെ ഒന്നിച്ചു സഞ്ചാരമായി അടങ്ങിടാതുള്ളിൽ തുടിച്ചതും കവർന്നുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ ഈ പടികളിലായിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളെ പോലെ തന്നെ എന്റെ മനസ്സിലേക്കും ആദ്യം ഓടിയെത്തുന്നത് ആനുവൽ ഡേ വിശേഷങ്ങളാണ്. 2 ഡെലീഷ്യകളാണ് നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചത്. 8-ലായിരുന്നപ്പോൾ നിങ്ങൾ മനോഹരമായ സ്കിറ്റ് അവതരിപ്പിച്ചു, ഓർമ്മയുണ്ടാവും. 10-ൽ വന്നപ്പോൾ ചടുലമായ നൃത്തം അവതരിപ്പിച്ച് നിങ്ങൾ ഏവരുടെയും മനം കവർന്നു. ഇനി നമുക്ക് അതിന്റെ ഓർമ്മചിത്രങ്ങൾ കാണാം. ഈ വേദി ഞങ്ങൾക്കും നിങ്ങൾക്കും അവസ്മരണീയമായിരിക്കട്ടെ. ജയറാണിയിലെ ഞങ്ങളുടെ അവസാനത്തെ ആനുവൽ ഡേ ഇവിടെ അവസാനിക്കുമ്പോൾ ഈ മുറ്റം ഞങ്ങൾക്ക് ഏറ്റവും മധുരമുള്ള ഇടമായി മാറട്ടെ. പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ, വർഷം തന്ന ഹർഷം കണ്ട് വേനൽ തുമ്പി പാടുന്നുണ്ട്. കാലം നല്ല കാലം പട്ട് നൂലാവുന്നുണ്ടേ, പാടാതിന്നലെ നേടാമിന്നിനെ മോഹം കൊണ്ട് നെയ്യാം നാളുകൾ. ഈ നാദം ഈ ഗാനം കേൾക്കൂ ലോകമേ, കാലം തന്ന ജാലം എന്റെ ഈ സംഗീതമേ. ഞാനാടുന്ന തീ
ഇതളേ നീ സ്നേഹത്തിൽ ഇനിയുള്ള ജയറാണിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ നിങ്ങളുടെ ഈ പാട്ടും ഈ ഡാൻസും സാന്താക്ലോസും മായാതെ തിളങ്ങി നിൽക്കട്ടെ. നിങ്ങൾ തെളിച്ച ഈ തിരിനാളങ്ങൾ നിങ്ങളുടെ പുതുവഴികളിൽ വെളിച്ചം പകരട്ടെ. പ്രകാശമായ ദൈവം നിങ്ങളുടെ വഴികളിൽ തേജസ് പകരട്ടെ. ഓർമ്മകൾ ഊഞ്ഞാലാടുന്ന ഓണമാഘോഷവും ഇതേ വേദിയിൽ വെച്ച് തന്നെയാണ് നിങ്ങൾ ആഘോഷിച്ചത്. മാവേലി മന്നൻ നമ്മളെ കാണാൻ വിരുന്നെത്തിയതും എല്ലാം മതിമറന്ന് നമ്മൾ നൃത്തം ചെയ്ത് ആഘോഷിച്ചതുമെല്ലാം ഇതേ വേദിയിൽ വെച്ച് തന്നെയാണ്. ഇനിയുള്ള എല്ലാ ഓണാഘോഷങ്ങളും ജയറാണിയിലെ അവസാനത്തെ ഓണാഘോഷത്തോട് താരതമ്യം ചെയ്തേ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കൂ. മൺപാത നീട്ടുന്ന മോഹങ്ങളെ, കൺപീലി പുൽകുന്ന സ്വപ്നങ്ങളെ, നെഞ്ചോട് ചേർക്കുന്നു ഞാൻ നിങ്ങളെ. ശിശിരം തലോടുന്ന പൂഞ്ചില്ലയിൽ, മഴവിൽ നിറം പാകുമീ സന്ധ്യയിൽ, ചിറകോട് ദൂരെ പറന്നോട്ട ഞാൻ. മേഘമേ മേഘമേ തോളേറിപ്പോകാൻ ചാരേവാ. കാലമേ കാലമേ തേടാനായോരോ തീരങ്ങൾ താ. ഈ സ്കൂൾ മുറ്റത്ത് ഈ മരത്തണലിൽ ആയിരിക്കുമ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രസൻസ് തന്നെയാണ്. 10ാം ക്ലാസ്സിലെ ഓർമ്മകൾ ഓരോന്ന് ഒരു അപ്രവാളിയിൽ എന്ന പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇതേ മരത്തണലിൽ ഇതേ മുറ്റത്ത് ഒരു മധ്യാഹ്നത്തിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ്. വിശേഷങ്ങൾ പങ്കുവെച്ച് നമ്മൾ കഴിച്ച ആ ഭക്ഷണത്തെക്കുറിച്ച് എന്നും എൻ്റെ മനസ്സിലുള്ളതുപോലെ തന്നെ എന്നും നിങ്ങളുടെ മനസ്സിലും ആ ഓർമ്മകൾ മായാതെ നിൽക്കട്ടെ. ഒരു കാറ്റായി മഴയായി കിളിവാതിലിൽ വന്നു ചാരേ നിന്നെ കൺപാർക്കുവാൻ. കരഞ്ഞാ തോറ്റുന്ന തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും. പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും. ചിലപ്പോൾ ആർക്കെന്നോ എന്തിനു വേണ്ടിയെന്നോ പോലും അറിയാതെ. ശ്വാസക്കാറ്റ് വരും പാதை பார்த்து உயிர் தாங்கி நான் இருப்பேன். மலர் கொண்ட பெண்மை பாராமல் போனால் மலை மீது தீ குளிப்பேன். നിങ്ങളുടെ ഭവന സന്ദർശന വേളകളെയും ഈ നിമിഷം ഓർക്കുകയാണ്. വഴികൾ മറന്നിട്ടില്ല, ക്ഷണിക്കുക, ഞങ്ങൾ വരാം. പുതിയ വിശേഷങ്ങൾ അപ്പോൾ പങ്കുവയ്ക്കാം.
ഓർമ്മകളുടെ അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ അവസാനമായി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഒരു കാര്യം കൂടി മാത്രമാണ്. ഈ കാലഘട്ടം ഉയർത്തുന്ന ഏതുതരം വെല്ലുവിളികളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും ഞങ്ങൾ ജയറാണിയിലെ അധ്യാപകർ കഴിഞ്ഞ 12 വർഷമായി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 12 വർഷം മുമ്പ് നിങ്ങൾ അപരിചിതരായി വന്നു. ഇന്ന് നിങ്ങൾ ആത്മസുഹൃത്തുക്കളായി പിരിയുന്നു. കാലചക്രം മുന്നോട്ട് പോകുമ്പോൾ ഇനിയും നിങ്ങൾ കണ്ടുമുട്ടും. അന്ന് നിങ്ങൾ പറയുന്ന ഓർമ്മകളിൽ, നിങ്ങൾ വിവരിക്കുന്ന സംഭവങ്ങളിൽ ജയറാണിയും ജയറാണിയിലെ പ്രിയ അധ്യാപകരും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ലത് മാത്രം സംസാരിക്കാൻ നിങ്ങൾക്ക് ആവട്ടെ. പതിവ് പറയാറുള്ളത് പോലെ അവസാനമായി, ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയാണെങ്കിൽ, ജയറാണി നിങ്ങൾക്ക് അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്കൂളിൽ വരാം. ജയറാണി മാതാവും നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരും അനധ്യാപകരും കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും വീണ്ടും എന്തിനു വെറുതെ ഓർമ്മയിലൂടെ ഒഴുകുന്നു. വീണ്ടും വീണ്ടും പുതുവഴികളിലേക്ക് കടക്കുമ്പോൾ പഴയ പാതകളുടെ ഓർമ്മകൾ മനസ്സിലുണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവം ക്ലാസ് ടീച്ചർ.